ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മേനു ചാനൽ. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വരികയാണ്. കാരണം ഒന്നാമത് സുഖമില്ല, ഇവൾക്കും സുഖമില്ല, ഞങ്ങൾക്കും ചെറുതായിട്ട് ഉള്ളിൽ പനിയുണ്ട്. അപ്പം കുറേ ദിവസം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇവിടെ ഒരു ദിവസം എന്തോ ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് കുറേ ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടിട്ട് അതിന് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അതിൻ്റെ റിപ്ലൈ മൊത്തത്തിൽ എന്താ വരുന്നത്, അതിനെല്ലാം ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്തിട്ട് പിന്നെ 2 ദിവസം എന്തോ കിട്ടിയല്ലേ, 2 ദിവസം അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്തിട്ട് ഷെഡ്യൂൾഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 10 വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ 3 വീഡിയോ ഒരു ദിവസം ഓൾറെഡി ഷെഡ്യൂൾഡ് ചെയ്തിട്ടാണ്. അതായത് ഒരു ദിവസം തന്നെ നമ്മൾ ആ വീഡിയോ മൊത്തം ഷെഡ്യൂൾഡ് ആക്കിയിട്ട് ഇന്ന ദിവസം പോകണം, രാവിലെ വൈകുന്നേരം ഉച്ചക്ക് ആ രീതിയിൽ ഇട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി ഇപ്പൊ പനിയായിട്ടുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പൊ ഷെഡ്യൂൾ ചെയ്തോണ്ട് ഇട്ടോണ്ടുള്ളത് അത്. അപ്പൊ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ വയനാടിന്റെ പ്രശ്നം നടക്കാണല്ലോ. ഓൾറെഡി എന്താ പറയാ, വയനാടും ഉരുൾപൊട്ടലായിട്ടല്ലേ. നോർമലി നമ്മളത് ഷെഡ്യൂൾ ചെയ്തിട്ടോണ്ട് ഡെയിലി അത് ഇങ്ങനെ പോയിക്കൊണ്ടുള്ളതുകൊണ്ട് കുറെ പേര് പറഞ്ഞു നിങ്ങൾ അതൊന്നും അറിയണില്ലേന്ന് ചോദിച്ചപ്പോ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചതാണ്. നമ്മളതെല്ലാം അറിഞ്ഞിനി. പക്ഷെ ഇത് ഷെഡ്യൂൾഡ് ചെയ്തുകൊണ്ട് ആ സാധനം അങ്ങോട്ട് നീങ്ങി പോകുന്നതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറെ ദിവസമായി വീഡിയോ ഇടാത്ത, സുഖമില്ലാത്തതുകൊണ്ട് കുറെ ദിവസമായി ഇങ്ങനെ. പിന്നെ ആ ഷോർട്സ് തന്നെ ബാക്കി പിന്നീട് റിപ്ലൈ കൊടുത്തതല്ല, അത് പിന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഷെഡ്യൂൾ ചെയ്തത് പോയിക്കൊണ്ടുള്ളത്, ബാക്കി നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് കുറെ എന്താ പറയാ വീഡിയോസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ കുറെ ദിവസം വീഡിയോ ഇങ്ങനെ ഇടാത്ത കുറെ ദിവസമായി. പിന്നെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇപ്പൊ ആടെ ഇങ്ങനെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷോർട്സ് റിപ്ലൈ കൊടുക്കുന്നത് അങ്ങനെയല്ല. വയനാടിന്റെ അറിയാത്തോണ്ടല്ല, നമ്മൾക്ക് പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ദുആ ചെയ്യുന്നത് നമുക്ക് വീഡിയോ എടുത്തിട്ട് ഇടാനും പറ്റില്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണക്കാർക്ക് എല്ലാവർക്കും ദ്വാരിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ. പിന്നെ സഹായിക്കേണ്ടവരൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിക്കുന്നുണ്ട്. എന്താ പറയാ, ഉള്ള ആൾക്കാർ ഉള്ളതുപോലെ എല്ലാവരും വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാം പഠിച്ചോ നല്ല രീതിയിൽ ഒരിത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മളൊന്നും പറ്റാത്ത ആൾക്ക് ദുആ ചെയ്തിട്ട് നമുക്ക് അവരെ ഇതാക്കാം. എന്താ പറയുക, ഇനിയിപ്പം ദുരന്തം ഇനി അനുഭവിക്കാണ്ടിരിക്കാനുള്ള രീതിയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല വിഷമമുണ്ട്. പിന്നെ എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഇപ്പം ചില ആള് നിങ്ങളൊക്കെ സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, നമ്മള് ഓക്കെയാണ്. മഴയുണ്ട്, നല്ല മഴയാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, പിന്നെ പനിയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനില്ല. എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുള്ളപ്പം ഇങ്ങനെ പോയി വാങ്ങിക്കും. ഇങ്ങനെ പുറത്തിറങ്ങി സാധനം വാങ്ങിക്കുന്നതല്ലാണ്ട് അങ്ങനെ അനാവശ്യമായിട്ട് ഇപ്പൊ പുറത്തിറങ്ങില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കഥകൾ ഇങ്ങനെ പോകുന്നത് ഗൈസ്. ഇൻഷാ അല്ലാഹ് എന്തായാലും നെക്സ്റ്റ് ടൈം, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് പനിയൊക്കെ മാറി ഒന്ന് ഉഷാറായതിനു ശേഷം നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.